ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവർക്കും ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ അതാവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. കുറേ നേരം റെസ്റ്റ് ചെയ്യാനും ഫെർമെൻറ്റ് ചെയ്യാനും ഒന്നിനും വെക്കണ്ട. നമ്മൾക്ക് മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ്. വീഡിയോ കണ്ടോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ആ നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ്, മണം എല്ലാം ഉണ്ടാകുമ്പോഴാണ് ഈ ഉണ്ണിയപ്പത്തിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അരമുറി തേങ്ങയാണ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അത് വറുത്ത് മാറ്റി വെക്കുക. പിന്നെ 3 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അത് ഓവർ പഴുപ്പുള്ളതുമല്ല, തീരെ പഴുക്കാത്തതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള 3 പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് അത് നന്നായി വാട്ടിയെടുക്കണം. നല്ല ഉടഞ്ഞു പോവണ്ട, എന്നാലും ഒന്ന് വെന്ത് കിട്ടണം. അങ്ങനെ വെളിച്ചെണ്ണയിൽ നന്നായി വാട്ടിയെടുക്കുക. ഈ പഴം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഉണ്ണിയപ്പത്തിന് കിട്ടുന്നത്. പിന്നെ വേണ്ടത് ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ, പിന്നെ 2 കപ്പ് റവ. നമ്മൾ ഏത് കപ്പിനാണോ, ഗ്ലാസ്സിനോ കപ്പിനോ ഏതിനാണെങ്കിലും ആ കപ്പിൽ തന്നെ 2 കപ്പ് റവയും 3 കപ്പ് മൈദയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കായൻ്റെ പൗഡറും ഒപ്പം ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 750 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ലൂസിലല്ല മെൽറ്റ് ചെയ്തെടുത്തത്, കുറച്ച് തിക്കായിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറവായതുകൊണ്ട് 1 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 750 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലൂസും അല്ല, നല്ല തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് മധുരമെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ആ കുഴികളുടെ മുകളിൽ ലെവലായിട്ട് നിൽക്കുന്ന അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴ ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏത്തപ്പഴം ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് അരച്ചിട്ട് വേണമെങ്കിലും അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴും ടേസ്റ്റ് തന്നെയാണ്. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്രയും സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.